ഹലോ അസ്സലാമലൈക്കും. ഇസ്ലാം. ഞാൻ ഫേസ്ബുക്കിൽ നിങ്ങളും വേറൊരാളുമായിട്ടുള്ള റിയാക്ടിംഗ് വീഡിയോ കണ്ടു മൊയ്ലേരുട്ടിന്റെ. നിങ്ങൾ എങ്ങനെ അപ്പൊ ഇത് പ്രാർത്ഥന എന്നുള്ളത് ചോദിച്ചതായി നിങ്ങൾ ചൂടാണ്. ഞാൻ ചൂടാക്കുക. പാപ്പാനെ വിളിക്കുന്നുണ്ട്, തെറ്റെന്നൊക്കെ വിളിക്കണ എന്തൊക്കെ കേൾക്കുന്നുണ്ട്. ശരി. അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോ എന്താണ് ഇപ്പൊ നിങ്ങൾ അതിന് പറഞ്ഞു കിട്ടുമോ? എനിക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ അതല്ലാതെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഓൻ ചോദിക്കുന്നുണ്ട് എന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താന്ന്. പിന്നെ അവിടുന്നാണ് തല്ലു തുടങ്ങുന്നത്. ഞാൻ തെറി വിളിക്കുന്നുണ്ട് അതില്. തെറി വിളിക്കുന്നുണ്ട് ഓനെ. അതിന്റെ ഒറിജിനൽ ഇതാ മൻസൂർ കട്ട് ചെയ്താണ്, അതിന്റെ ഒറിജിനൽ കേട്ടോളി എന്ന് പറഞ്ഞിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതാര് അപ്ലോഡ് ചെയ്തതാണ്? പാപ്പാനാരോ വിളിക്കുന്നുണ്ട്. അതാരും അപ്ലോഡ് ചെയ്ത? ഞാൻ അപ്ലോഡ് ചെയ്തതല്ലോ. ഞാൻ അപ്ലോഡ് ചെയ്തതല്ലോ. ഞാൻ അപ്ലോഡ് ചെയ്തതല്ലോ. അപ്പൊ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്തതില് അതില്ല, പാപ്പാനൊക്കെ വിളിക്കാതൊന്നുമില്ല. അപ്പൊ കേട്ടോളി കേൾപ്പിക്കുന്നുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്തത് സംബന്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞോളിയും. മറ്റൊരു അപ്ലോഡ് ചെയ്ത് കണ്ടിച്ച് അവരോട് ചോദിക്കുകയും. അല്ല, അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറിജിനൽ വോയിസ് ആണ്. അല്ല, ഒറിജിനൽ വോയിസ് ഒക്കെ അങ്ങനെ തന്നെയാണോ അപ്ലോഡ് ചെയ്തത്? അപ്ലോഡ് അല്ലെ, ഒറിജിനൽ വോയിസിലൊക്കെ ഇപ്പൊ നമ്മളെ എന്ത് വേണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കേ. ഞാൻ അപ്ലോഡ് ചെയ്തത് സംബന്ധമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ അപ്ലോഡ് ചെയ്തതാണോ? നിങ്ങൾ സംസാരിക്കുന്നത് ക്ലിയർ ഇല്ല. നിങ്ങൾ അപ്ലോഡ് ചെയ്തതാണോ ഇതിന്റെ യാഥാർത്ഥ്യം? അതോ നിങ്ങൾ അതിൽ തെറി വിളിക്കുന്നില്ലാതാണോ? ഇതിപ്പോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിലാണ് തർക്കം നടക്കുന്നത്. പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന എന്നുള്ളത്? ആ പ്രാർത്ഥനയുടെ വിഷയത്തിലാണല്ലോ തല്ലു കൂടിയത്. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ശരി, എനിക്കറിയില്ല എന്ന് പറയാനാണ്. വെരി ഗുഡ്. എന്നാ പറഞ്ഞേരി പ്രാർത്ഥന അറിയാന്ന് പറയാൻ തന്നെ. ശരി, എന്താ പ്രാർത്ഥന? പ്രാർത്ഥന പറഞ്ഞേരിയും. എനിക്കറിയില്ല പാടില്ല എന്നൊക്കെ പറഞ്ഞാലേ അതല്ലേ നിങ്ങളൊരു സമാധാനത്തിൽ സംസാരിക്കും. അതായത് സമാധാനമാണ് നമുക്ക് പ്രധാനം. അതെ. അപ്പോ എനിക്ക് പ്രാർത്ഥന എന്താന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ വിളിച്ചത്. താങ്കളുടെ പേരെന്താ? എന്റെ പേര് ഇസ്മായിൽ. ഞാൻ മുന്നേ വിളിച്ചതാണ്. ഇസ്മായിലേ എന്ന് പറയാം. എന്താ പ്രാർത്ഥന ഇസ്മായിലേ? അതന്നെ, ഞാൻ തന്നെയാണ്. ഇസ്മായിലേ, എന്താ പ്രാർത്ഥന? പ്രാർത്ഥന പറഞ്ഞ എന്താ? ഷാജഹാൻ റഹ്മാനിന്റെ 100 കണക്കിന് ഷാജഹാൻ റഹ്മാനിന്റെ ഒക്കെ പരിവിധം എല്ലാവർക്കും മനസ്സിലായി. പ്രാർത്ഥന എന്താ? നമ്മള് ഒരു സുഹൃത്തെന്ന നിലക്ക് പറയാ ഷാജഹാൻ റഹ്മാനിന്റെ കാര്യത്തിൽ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായി. അതവിടെ കേട്ടെ, അത് നമുക്ക് ഇതിൽ തന്നെ സംസാരിക്കാം. നിങ്ങൾ ഇതേപോലെയാണ് നേരത്തെയും സംഭവിച്ചത്. അപ്പോ എന്താണ് പ്രാർത്ഥന എന്ന് എനിക്കറിയില്ല. അത് പഠിപ്പിക്കാൻ വിളിച്ച ഇസ്മായിലെ പറഞ്ഞു തരൂ. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അദ്ദുആഉ യുഫീദു മഅന ദില്ലത്തുൽ ഉബൂദിയ്യത്തി വ ഇസ്സത്തുർ റുബൂബിയ്യ. ഇമാം റാസി. പറയൂ. അദ്ദുആഉ യുഫീദു മഅന ദില്ലത്തുൽ ഉബൂദിയ്യത്തി വ ഇസ്സത്തുർ റുബൂബിയ്യ. രണ്ടാമതും പറഞ്ഞു. പറയൂ. ഇതാണോ പ്രാർത്ഥന പറഞ്ഞാല്? അടിമയാണെന്ന സങ്കല്പത്തോടെ ഉടമയാണെന്ന വിശ്വാസത്തോടെ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. അപ്പോ ഇത് ഇമാം റാസി പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അത് ഞാൻ മുജാഹിദിന്റെ പുസ്തകത്തിലുണ്ട്. അങ്ങനെ തന്നെയാണ്. മുജാഹിദിന്റെ കാര്യമല്ല. അപ്പൊ ഇസ്മായിൽ ഡി മൻസൂറിന്റെ കാര്യം സംസാരിക്കാം നമുക്ക്. ഇപ്പോൾ പറഞ്ഞത് റാസി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഫഖറുദ്ദീൻ റാസി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. ഇമാം ഫഖറുദ്ദീൻ റാസി അല്ല ദീനുൽ ഇസ്ലാം എന്താണ് ഏതാണെന്ന് പറയില്ലേ. ഫഖറുദ്ദീൻ റാസി ഏത് ആയത്ത് അടിസ്ഥാനമാക്കി ഏത് ഹദീസ് അടിസ്ഥാനമാക്കിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയും വേണം. ഫഖറുദ്ദീൻ റാസി എന്തെങ്കിലും പറഞ്ഞു വെച്ചെങ്കിൽ അത് മൻസൂർ മണ്ണാർക്കാടിന് ബാധകമല്ല. അതറിയില്ല അല്ലേ? പിന്നെ ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് പറഞ്ഞോ. പിന്നെ വേറെ കാര്യം കേട്ടോ, അന്ന് ഫോൺ വെച്ച് കട്ട് ചെയ്തിട്ട് വണ്ടിയെ പോലെ മണ്ടരുത് കേട്ടോ. ഇജ്ജ് ഒരുപാട് പിടിച്ചിക്കണു. ഇസ്മായിലെ പറ എന്താണ് പ്രാർത്ഥന? എനിക്കങ്ങനെ അത്രേ ഉള്ളൂ. അത് വെച്ചിട്ട് ഏത് പണ്ഡിതന്മാർ നിരൂപണം നടത്തിയാലും ഇസ്മായിലേ, അജ്ജാതി വർത്താനൊക്കെ 10-35 കൊല്ലം മുമ്പേ മദ്രസയെ പഠിപ്പിക്കുന്ന മദ്രസ പൊട്ടന്മാരെടുത്ത് പോയി പറ. ഇവിടെ സംസാരിക്കുന്നത് എന്താണ് പ്രാർത്ഥന? അള്ളാഹു എന്താണോ അത് സംബന്ധിച്ച് പറഞ്ഞത്, അള്ളാന്റെ ഹബീബ് എന്താണോ പറഞ്ഞത് പറഞ്ഞോ. അതന്നെ
ഞാൻ അതിനെതിരൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ അതന്നല്ലേ പറയണേ. എന്നാ പറഞ്ഞോ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു ഇമാം റാസി പറഞ്ഞു മൻസൂർ പറഞ്ഞു ഇമാം റാസി അല്ല, എനിക്ക് കാലല്ല കാല റസൂലുള്ളാണ് എന്ന് പറഞ്ഞു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഇമാം റാസി എന്നാണ് പറഞ്ഞിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. ഒരു ഇബാറത്ത് ഓതിയിട്ടും പാടിയിട്ടും കാര്യമല്ല എന്റെ പൊന്നോ. പറഞ്ഞോ എന്താണ് പ്രാർത്ഥന? പിന്നെ അതന്നെ നമ്മൾ പറഞ്ഞല്ലോ. ഞാൻ ഇസ്മായിലിന് എളുപ്പത്തിൽ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഞാൻ പറയുന്നത് എന്താ ഇസ്മായിലിന് പറ്റാത്ത? ഇസ്മായിലേ ഇത് ഹദീസാണ്. അങ്ങനെ സംഭവം നമ്മൾ പോണ വഴി ഞാൻ പറയട്ടെ. നിക്ക് പ്രാർത്ഥന എന്താന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു. ഇല്ല ഞാൻ ചോദിച്ചിട്ടില്ല. എന്നെ പ്രാർത്ഥന എന്താന്ന് പഠിപ്പിക്കാനാണ് ഇസ്മായിൽ വിളിച്ചിട്ടുള്ളത്. എനിക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയില്ല. പഠിപ്പിക്കാനല്ലേ ഇസ്മായിൽ വിളിച്ചത്? എന്തൊക്കെ ഇന്ന പ്രാർത്ഥന എന്താന്ന് പഠിപ്പിക്കാനല്ലേ ഇസ്മായിൽ വിളിച്ചത്? എന്നാ പ്രാർത്ഥന എന്താന്ന് ഇസ്മായിൽ പറയുന്നു പറഞ്ഞു അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദുആഉ യുഫീദു മഅനാ ദില്ലത്തുൽ ഉബൂദിയ്യത്തി വ ഇസ്സത്തുർ റുബൂബിയ്യാന്ന് റാസി പറഞ്ഞു, ഇമാം ഫഖറുദ്ദീൻ റാസി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മൻസൂർ പറഞ്ഞു ഫഖറുദ്ദീൻ റാസി പറഞ്ഞതല്ല മൻസൂറിന് തെളിവ്, കാലല്ലാ കാല റസൂലുള്ളാ എന്ന് പറഞ്ഞു അല്ലേ? അതെ. അപ്പൊ മൻസൂർ പറയണത് അള്ള പറഞ്ഞതും റസൂൽ പറഞ്ഞതും മാത്രം, തഫ്സീർ ഒന്നും പറഞ്ഞത് മൻസൂറിന് പറ്റൂല എന്നാണ് മൻസൂർ പറയുന്നത്. അങ്ങനെ ഇല്ല. തഫ്സീർ സ്വീകരിക്കണമെങ്കിൽ തഫ്സീർ ഏത് ആയത്ത് അടിസ്ഥാനമാക്കി ഏത് ഹദീസ് കൊണ്ടാണ് അത് വ്യാഖ്യാനിച്ചത്? സ്വന്തം വ്യാഖ്യാനം ഇവിടെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞത് കേട്ടോ. അതായത് പ്രാർത്ഥന എന്ന വാക്കിനെ, അത് മലയാള വാക്കാണ്, അർത്ഥനയും പ്രാർത്ഥനയൊക്കെ ദുആ എന്നുള്ള ഒരു കാര്യമാണല്ലോ വിഷയം. അത് തന്നെയാണല്ലോ താങ്കള് ഫഖറുദ്ദീൻ റാസിയുടെ ഇബാറത്ത് പറഞ്ഞുകൊണ്ട് ദുആ എന്നുള്ളത് തന്നെയാണല്ലോ പറഞ്ഞത്. അത് ആ പറഞ്ഞ ലഫ്ലുകൾ ലഫ്ലു വെച്ചൊന്ന് അർത്ഥം വെക്ക്, അപ്പൊ അതിന്റെ പ്രശ്നം തീർക്കാം. ദുആ എന്താണ്? ദുആ എന്നാൽ എന്ത്? ദുആ എന്ന് പറഞ്ഞാൽ ദുആ എന്നത് അതിൽ നിദാ എന്നുള്ളൊരു വേറൊരു പരിധി വരുന്ന ഒരു വിളിയുണ്ട്. ദുആ എന്നാൽ അത് അറബ് വാക്കാണ്. അതിന് മലയാളം പറഞ്ഞു ആവണമെന്നുണ്ടെങ്കിൽ ദുആയുടെ അർത്ഥം പറയൂ സഹോദര. അതന്നെ അതാ ഞാൻ പറഞ്ഞു വരുന്നത്, കേക്ക്. പറയും. അങ്ങനെ അദ്ദുആഉ യുഫീദു ദുആയുടെ അർത്ഥം പറയൂ. മഅനാ ദില്ലത്തുൽ ഉബൂദിയ്യത്തി, അടിമയാണെന്ന താഴ്മയെ അതറിയിക്കും. എന്തറിയിക്കും? വ ഇസ്സത്തുർ റുബൂബിയ്യത്തി, റബ്ബാണെന്ന മേന്മയെയും അറിയിക്കും. അതായത് അതതിന്റെ ഫായിദ വെക്കും. ഫായിദ യുഫീദു എന്ന് പറഞ്ഞാൽ അത് പിന്നെ അതാണ് അതിന്റെ മഅന. ഫായിദി യുഫീദു അവിടെ നിൽക്കട്ടെ. ദുആ പറഞ്ഞു തുടങ്ങിയത് അതിന്റെ മലയാള അർത്ഥം എന്താ? അതന്നെ യുഫീദു മഅനാ ദില്ലത്തുൽ ഉബൂദിയ്യത്തി വ ഇസ്സത്തുർ റുബൂബിയ്യ. അതൊരു അറബ് വാക്കാണ്, ഇബാറത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു അറബ് വാക്കാണ്. ദുആ തുടങ്ങിക്കോളൂ. ദുആയുടെ അല്ലേ നിങ്ങളിത് ഇത്ര അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അവിടെ അവസാനിപ്പിക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ ചോദിക്കുന്നത് എന്താണ് ആദ്യത്തെ പറയുന്നത് കേൾക്കൂ. എന്താണ് ആ ദുആ എന്ന ആ വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ മലയാളികൾ എങ്ങനെയാണ് ആ ദുആ എന്ന വാക്കിനെ മനസ്സിലാക്കേണ്ടത്? മലയാളികൾ മനസ്സിലാക്കേണ്ടത്, ഈ മലയാളികള് ഇമാമുമാര് പറഞ്ഞത് മനസ്സിലാക്കേണ്ടത് എന്താണ് പറയണ്ടേ? എന്താണ് മലയാളികള് മനസ്സിലാക്കിയത് നമുക്ക് മതിയോ? ഇത് ആ മന്തിക്കും മലയാളികൾ മനസ്സിലാക്കിയതാണോ വേണ്ടത്? ഇമാമുകൾ മനസ്സിലാക്കിയതാണോ വേണ്ടത്? ഇമാമുകൾ മനസ്സിലാക്കിയത്, ഇമാമുകൾ പറഞ്ഞത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദുആ എന്ന വാക്കിന്റെ അർത്ഥം അതൊന്ന് പറഞ്ഞോളൂ. എന്തിനാണ് ഇത്രങ്ങൾ വളഞ്ഞു മൂക്ക് പിടിക്കണേ?
അപ്പൊ അതല്ലേ മനസ്സു അത്രയും നേരം ഞാൻ പറഞ്ഞത്. എന്താണ് ദുആയുടെ എന്നതിന്റെ അർത്ഥം? അർത്ഥം അടിമയാണെന്ന അടിമാനാണോ ദുആയുടെ അർത്ഥം? അടിമയാണെന്ന വിശ്വാസത്തോടു കൂടെ ഉടമയോടുള്ള ചോദ്യം. ചോദ്യം എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ലേ ഇസ്മായിൽ ഭായ് അസ്സബ്റുൽ നിസ്ബുൽ ഈമാൻ. ദുആ എന്ന് തുടങ്ങുന്ന ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ടാണ് പോയിക്കോളിയും. അതിന്റെ അർത്ഥം എന്താണ് മലയാളം? അപ്പൊ ഞാനിപ്പോ പറഞ്ഞില്ലേ, ദുആ എന്നാൽ ദുആ എന്നാൽ എന്നുള്ള വാക്കർത്ഥാണോ? നിങ്ങൾ ദുആ എന്നാൽ അടിമയുടെയൊക്കെ കൂട്ടണം എന്തിനാണ്? ദുആ എന്ന അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം. ദുആ എന്ന വാക്കിന്റെ അർത്ഥം അതെ, വിളിക്കുക എന്നാണ്. അപ്പൊ നിദാഇന്റെ അർത്ഥം എന്താണ്? റേഞ്ച് പോയി, ഇപ്പൊ കട്ട് ചെയ്തോടും. എന്താ ലിഫ്റ്റ് കയറിയിട്ടാണ് റേഞ്ചുകളെ? പറഞ്ഞോളി. നിങ്ങൾ ഒരു വാലും മുറിയും കഷ്ണം കൊടുത്തിട്ട് ഏതെങ്കിലും മൊയ്ലിയാമാര് പറഞ്ഞു തരുന്നതും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ ശ്രദ്ധിക്കണം. ഇബാദ വളരെ കറക്റ്റായിട്ട് ഇത് ഹദീസാണ്. റാസി പറഞ്ഞു എന്നല്ല പറഞ്ഞത്. ഇമാം റാസി പറഞ്ഞാൽ തന്നെ അത് എന്തടിസ്ഥാനമാക്കി പറഞ്ഞു എന്ന് ചോദിക്കുന്നവരാണ് ബുദ്ധിബോധമുള്ള വിശ്വാസികൾ. ഞാൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞ ഇബാറത്ത് ഞാൻ അംഗീകരിക്കുന്നു, അതില് നിങ്ങൾക്കുള്ള മറുപടി ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ലഫ്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ വാക്ക് അർത്ഥം വെച്ചോളിന്ന്. ദുആ മുതൽ തുടങ്ങിക്കോളിയും. ദുആയുടെ അർത്ഥം പറഞ്ഞ അടുത്ത വാക്കിന്റെ അർത്ഥം പറഞ്ഞ അങ്ങനെ പോകുക. നമുക്ക് ചോദിച്ചു പോകുക. അതന്നല്ലേ ഞാൻ നേരത്തെ നിങ്ങൾ അതൊന്നല്ല പറഞ്ഞത്, നിങ്ങൾ അതിന്റെ സാരാംശമാണ് പറയുന്നത്. എന്നാ പറഞ്ഞോളിയും. അവിടെയുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഹലോ, അതെന്താ പ്രശ്നം എന്നറിയോ? ഇങ്ങക്കിത് പറഞ്ഞു തന്നു, ഇതിന്റെ അപ്പുറം പറഞ്ഞു തന്നിട്ടില്ല. അപ്പോ ഞാനല്ലല്ലോ പറയേണ്ടത് ഇസ്മായിൽ ഭായ്. നിങ്ങൾ ഇന്നെ പഠിപ്പിക്കാൻ വിളിച്ചതല്ലേ? എന്റെ പൊന്നാര ഭായ് ഒന്ന് പഠിപ്പിച്ചേരിയും. പഠിപ്പിച്ചേരിയും. നിങ്ങൾ പറഞ്ഞ ഇബാറത്തിന്റെ ലഫ്ല് അർത്ഥം എനിക്ക് പഠിച്ചേ പറ്റൂ. പ്രാർത്ഥന എന്താണ് ഇസ്മായിലെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇമാം റാസി പറഞ്ഞത്. ഇമാം റാസി പറഞ്ഞത് എടുക്കണമെങ്കിൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇസ്മായിൽ ഒരു കാര്യം പറഞ്ഞാൽ ഇസ്മായിൽ അത് ഏത് ഹദീസ് അടിസ്ഥാനമാക്കി ഏത് ആയത്തെ അടിസ്ഥാനമാക്കി എന്ന് ഞാൻ ചോദിക്കും. ഇസ്മായിൽ എന്നല്ല, ഞാൻ ഫോളോ ചെയ്യുന്നത് എന്താണെന്നുള്ളത് എന്റെ വീഡിയോകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാ കാലല്ലാ വമാ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു എന്തേ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ പറഞ്ഞു. അത് അടിസ്ഥാനമാക്കി ആര് നിരൂപണം നടത്തിയാലും ഞാനത് സ്വീകരിക്കും. അപ്പോ ഇമാം റാസി ഇസ്മായിൽക്ക ഇമാം റാസി അത് പറഞ്ഞുവെങ്കിൽ, ഒരു തഫ്സീറിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് ആയത്തിനെയാണത് വ്യാഖ്യാനിച്ചിട്ടുള്ളത്, ഏത് ഹദീസ് അടിസ്ഥാനമാക്കിയാണ് അത് വ്യാഖ്യാനിച്ചിട്ടുള്ളത്? ഇമാം റാസിയുടെ സ്വന്തം അഭിപ്രായം ഇവിടെ സ്വീകരിക്കൂല. ഇമാം റാസിയുടെ എന്നല്ല, അള്ളാന്റെ റസൂല് കഴിഞ്ഞാൽ പിന്നെ ഇജ്മാ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ വിശ്വാസ കാര്യങ്ങളിലെ ഒരു കാര്യം അത് നമ്മൾ എടുക്കണമെങ്കിൽ, ഇവിടെ എന്താ പറയാ, കൊണ്ടോട്ടി അതൊരു കൊടിമരത്തിന്റെ 4 പുറം ചുറ്റിക്കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്ത കൂലിട്ടെന്നൊക്കെ പൊട്ടപ്പോയത്തം പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കാം. ഈ സാധു അതിൽ പെട്ടതല്ല. അതുകൊണ്ടാണ് ഇസ്മായിൽ ഭായിയോട് പറയുന്നത്, താങ്കൾ പറഞ്ഞ ഇബാറത്ത് എനിക്ക് ലഫ്ല് അർത്ഥം വെച്ചിട്ട് പ്ലീസ്. ഞാൻ പറഞ്ഞത് കേക്ക്. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും എന്നുള്ള ആയത്തില്ലേ, അങ്ങനെ പറയും. ആ ആയത്തിന്റെ തഫ്സീറിലാണ് ഇമാം റാസി ഇത് പറയുന്നത്. ശരി, ഒറ്റ മിനിറ്റ് ഇസ്മായിൽക്ക വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും, ഇതൊന്ന് ലഫ്ല് അർത്ഥം വെച്ച് തരുമോ? ഏത്? വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. ഭയങ്കര കഴിവുണ്ട്. ഇപ്പോഴും മൻസൂറിന് കഥ തിരിഞ്ഞിട്ടില്ല. എനിക്കല്ല കഥ തിരിയാത്തത്, തലച്ചോറ് മൊയ്ലിയാമാർക്ക് തിന്നാൻ കൊണ്ട് ഇസ്മായിലിനെ പോലുള്ള ആളുകൾക്കാണ് കഥ തിരിയാത്തത്. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും, ഈ രണ്ട് കാര്യം നേരത്തെ പറഞ്ഞ ഇബാറത്ത് അർത്ഥം വെച്ചാലും ഈ ആയത്തിന്റെ ഇത് മുഴുവനല്ല, ആയത്ത് മുഴുവനല്ലത്, ആയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ ആയത്തിന്റെ വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും, പറയട്ടെ ഇസ്മായിൽക്ക, ഈ 3 വാക്കുകൾ അർത്ഥം വെച്ചാൽ തീർന്നത് നിങ്ങളെ പ്രശ്നം. പറഞ്ഞോളി. വഖാല റബ്ബുക്കും എന്താണ് അതിന്റെ അർത്ഥം? വഖാല റബ്ബുക്കും. ശരി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞു ഉദൂനി
ഇമാം റാസി പറഞ്ഞ ഇമാം റാസി പറഞ്ഞതല്ല ഞാൻ ചോദിച്ചത്. വക്കാല റബ്ബുക്കും നിങ്ങളെ റബ്ബ് പറഞ്ഞു ഇമാം റാസി പറഞ്ഞ ഇമാം റാസി പറഞ്ഞു. എന്താണ് ഇസ്മായിലിക്ക നിങ്ങൾക്ക് തീരെ അന്തം കൊണ്ടല്ലേ? അല്ല പറഞ്ഞു അതിന്റെ അർത്ഥം പറഞ്ഞു. ഇമാം റാസി ദയവ് ചെയ്ത് അതായത് വക്കാല റബ്ബുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അള്ള പറഞ്ഞു. അത് പിന്നുള്ളത് റാജി പറഞ്ഞതല്ല. ആ ആയത്തിന്റെ ബാക്കിയിലുള്ള ആ ആയത്ത് പൂർണ്ണമായിട്ടൊരു ആയത്തല്ല എന്ന് പറഞ്ഞു. വക്കാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നുള്ള വാക്ക് അതില് വക്കാല റബ്ബുക്കും എന്ന് പറഞ്ഞാല് നിങ്ങളുടെ റബ്ബ് പറഞ്ഞു ഉദ്ഊനി. അതിന്റെ അർത്ഥം എന്താ? ഇമാം റാസി പറഞ്ഞല്ലേ ചോദിക്കുന്നത്? പരിശുദ്ധ ഖുർആനില് അല്ല പറഞ്ഞതാ ചോദിക്കുന്നത്. അല്ല എന്തേ പറഞ്ഞേ? ഇമാം റാസി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. ഉദ്ഊനി അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക എന്ന് കേൾക്കില്ല. നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. നിങ്ങൾ എന്നോട് ചെയ്യുക മലയാളാണ്. ദുആ എന്താണ് എന്നാണ് ഇപ്പോഴും നമുക്ക് തീരുമാനാവാത്തത്. അതാണ് ഇസ്മായിലിക്ക വെറുതെ ആളുകളുടെ സമയം കളയല്ലേ നിങ്ങള്. അതായത് ഏത് ആയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇമാം റാസി ഈ തഫ്സീറിൽ ഈ വിഷയം രേഖപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. ശരി, ഞാനത് അംഗീകരിച്ചു. 100% സത്യമാണത്. അല്ലെങ്കിൽ ഇമാം ഫഖറുദ്ദീൻ റാസിയുടെ തഫ്സീറുൽ കബീർ എന്നിവിടെ ആളുകൾ വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഗ്രന്ഥത്തിൽ നിന്ന് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ എന്താണ് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന വാക്കിന്റെ വാക്കർത്ഥം? ഭാഷാപരമായിട്ട് ഇതാ ഇവിടെ സ്ക്രീനില് വഖാല റബ്ബുക്കും ഉദ്ഊനി പറഞ്ഞു നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. നിങ്ങളുടെ റബ്ബ് പറഞ്ഞു നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. അതന്നെ ഞാനും പറയുന്നത് ഇസ്മായിൽക്ക. ഇതെന്നെയാണ് ഇക്കണ്ട കാലം വരെ എന്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞത്. വഖാല റബ്ബുക്കും ഉദ്ഊനി, ജനങ്ങളെ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നുണ്ട് ദുആ ചെയ്യുന്നവർ എന്നോട് ദുആ ചെയ്യുക. വഖാല റബ്ബുക്കും ഉദ്ഊനിയുടെ അർത്ഥവും മലയാളത്തിൽ പറഞ്ഞു. ചെയ്യുക എന്നോട് എന്നുള്ളതും നിങ്ങൾ എന്നുള്ളതും ഒക്കെ പറഞ്ഞു. ഈ ഉദ്ഊനിയിലെ ദുആ ഉണ്ടല്ലോ അതിന്റെ അർത്ഥം പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഇസ്മായിൽ ഖാൻ. ഞാൻ പറയുന്നത് നിങ്ങളോടും എന്റെ സ്വന്തം ഞാൻ പറയുന്നത് ആ ആയത്തിന്റെ തഫ്സീറിൽ റാസി പറഞ്ഞിട്ടുണ്ടെന്ന് പറയട്ടെ. ആയത്തിന്റെ തഫ്സീർ പറയണമെങ്കിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. സമ്മതിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് സമ്മതിച്ചു. പക്ഷേ ആ പറഞ്ഞതാണ് ഞാൻ അടിമയാണെന്ന വിശ്വാസത്തോടുകൂടെ ഉടമയാണെന്ന വിശ്വാസത്തിൽ ചോദിക്കുന്നതിനാണ് ദുആ എന്ന് പറയുക. ഇമാം റാസി ഞാൻ പറയുന്നത് അതാണ്. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അവിടെ അടിമയും ഉടമയും. അപ്പോ ഖാലിക്കല്ല എന്ന വിശ്വാസത്തോടെ ആരോട് ചോദിച്ചാലും അത് ദുആ ആവൂല എന്ന് പറയാനല്ലേ ഇപ്പൊ നിങ്ങൾ വന്നിക്കണേ? അല്ല, ഈ പറഞ്ഞപ്പോ നമ്മൾ തീരുമാനമായോ? ഇല്ല, തീരുമാനമായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ തീരുമാനമായോ? ഇല്ല, തീരുമാനമായിട്ടില്ല. ഈ പറഞ്ഞ തീരുമാനമായോ? ഇല്ല, തീരുമാനമായിട്ടില്ല. ആയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് റാസി പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് ഈ വിശ്വസിച്ചോ? അതൊരായത്താണോ? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നുള്ള ആയത്തല്ലേ? അത് ഒരായത്താണോ? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നുള്ള ആയത്തല്ലേ? അത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആയത്താണോ? എന്തിനാണ് അല്ലല്ല ഇസ്മായിൽ സാഹിബേ, അജ്ജാതി പോക്കൊന്നും ഇവിടെ പോകാൻ പറ്റില്ല. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നുള്ളത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആയത്താണോ? അല്ല. എന്നിട്ട് എന്താ പ്രശ്നം? അപ്പോ ആ വഖാല റബ്ബുക്കും ആവശ്യമില്ലാത്ത ചർച്ച എന്നോട് ദുആ ചെയ്യുക. ദുആയുടെ വിഷയം അതിനാണ് ആയത്ത് പറഞ്ഞത്. അതിന്റെ പൂർണ്ണരൂപം പറയും. പൂർണ്ണരൂപം പറഞ്ഞിട്ട് എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ നോക്കുക. പൂർണ്ണരൂപം പറയും. ആയിക്കോട്ടെ. അപ്പോ ഇവിടെ താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ, എന്താണ് മനസ്സിലായി? വേഗം പറയാന് ഞാൻ തഫ്സീറെടുക്കുകയാണേ. അപ്പോ വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള മലയാളം എന്താണ്? അത് പറഞ്ഞ തീരുന്നുള്ളൂ നിങ്ങളെ പ്രശ്നേ. അത് പറഞ്ഞോ. പറഞ്ഞോ. ഒരു മിനിറ്റ്
ഒന്നും ഇങ്ങനെ കലക്കി കുടിക്കേണ്ട ആവശ്യം ഇതൊക്കെ നമുക്ക് കാണാപ്പാടാണ്. വേഗം വേഗം പറഞ്ഞൂടെ? എന്റെ കാണാപ്പാടൊന്നും ഇവിടെ നടക്കൂല. അതിന്റെ അർത്ഥം പറഞ്ഞോ. ആ അർത്ഥം പറഞ്ഞോ. എങ്ങനെ? അതിന്റെ അർത്ഥം പറഞ്ഞോന്ന്. മക്കാന്റെ റബ്ബുക്കും മുതൂനി അസ്തജീവിലേക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞു നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞു. നിങ്ങളുടെ റബ്ബ് പറഞ്ഞു നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. റബ്ബിന്റെ മലയാളം ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്താണ് ആ ഒരു ദുആ അവിടെ ഉദൂനി എന്നതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞപ്പോ അതോടൊപ്പം എന്താണ് ഞാൻ പറയുന്നത്? മലയാളമല്ല. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, എന്താണ് ഇതിനിടക്ക് പറഞ്ഞു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. അപ്പൊ അല്ല എന്താ പറഞ്ഞിരിക്കണ്? പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിച്ചോളി, ഞാൻ ഉത്തരം ചെയ്യാന്ന് അല്ല പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചാടി കളിക്കല്ലേ. എന്തിനാണ് ഇങ്ങനെ ചാടി കളിക്കുന്നത്? അതായത് ഒന്നും കൂടി അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. പൊന്നു ഇസ്മായിൽക്ക, ഒന്നും കൂടി ആ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. ഒരു വട്ടം കൂടി പറഞ്ഞോളി. അല്ല, ഒരു വട്ടം പറയില്ല. എനിക്ക് സമയം കളയാൻ നേരല്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ വചനത്തിൽ നിന്നുള്ള ആ ഒരു ചെറിയ ഭാഗമാണ് എന്റെ ഇസ്മായിലിക്ക് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പൂർണ്ണമായിട്ടൊന്നും ഞങ്ങളെടുത്ത് ചോദിക്കണില്ല. ഒന്ന് അതിന്റെ അർത്ഥം ഒന്ന് പറയും. സ്ക്രീനിൽ അതിന്റെ അർത്ഥം ഇവിടെ നിലവിലുണ്ട്. പറഞ്ഞോളി. നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. എന്താണ് ദുആയുടെ അർത്ഥം? പ്രശ്നം. ദുആയുടെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്നെ വിളിക്കുക, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. വിളിക്കുക എന്ന് പറയാ. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക എന്ന് പറയാ. എന്താണ് പ്രാർത്ഥന? നിക്കേ അപ്പോ അള്ള ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞ ആ വാക്കിലൂടെ വരുന്നത് പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം എന്നല്ല അതിന്റെ അർത്ഥം. പ്രാർത്ഥിക്കുന്നവർ അള്ളാനോട് പ്രാർത്ഥിക്കുക, അള്ള നിങ്ങൾ. എന്തിനാണ് ഈ മയ്യത്തിനെ വിളിച്ചു തേടാൻ നടക്കുന്നത്? ഞാൻ വിചാരിച്ചോടത്തേക്ക് എത്തിയല്ല, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. ഇസ്മായിൽക്ക, സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആ വചനം തുടങ്ങുന്നത് വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞോട് തുടങ്ങിയിട്ട് പിന്നെയും അതിന്റെ ബാക്കിയുണ്ട്. നമുക്കത് പൂർണ്ണമായിട്ട് അതിന്റെ ആയത്തുപുറ കാണിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥത ഒന്നും കൂടി വ്യക്തമായിട്ട്, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ ദുആയുടെ താഴെ അള്ളാഹു പറയട്ടെ ഈ ആയത്തിൽ തന്നെ അള്ളാഹു ദുആ എന്ന വാക്കും അതോടൊപ്പം ആരാധന ഇബാദത്തിന് വ്യക്തമായ അതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമാണ്. അവിടെ ആരാധന ദുആ എന്നുള്ളതിന് ഇതിന്റെ തൊട്ടിപ്പുറത്ത് ആരാധന ഒന്ന് ഉപയോഗിക്കും. ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ദുആ എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. അതിന് പടച്ചോനെ ഈ ആയിട്ട് ഒരു സ്ഥലത്ത് ദുആ എന്ന് ഉപയോഗിച്ചു. ആ സാധനം മറ്റൊരു ആരാധനയാണെന്നും അല്ല പറയുന്നുണ്ട് ആയത്തില്. അതൊക്കെ എനിക്ക് അറിയാം. അതൊന്നും പറഞ്ഞ് സമയം കളയല്ലേ. അപ്പൊ ഇവിടെ വഖാല റബ്ബുക്കും ഉദൂനി എന്ന് പറയുന്ന ദുആ അത് ആരാധനയാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അപ്പൊ എന്ത് ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞിരുന്നു നമ്മളോട്? പറയുന്നു അടിമയാണെന്ന താഴ്മയോടെ ഉടമയോട് ചോദിക്കുന്നതാണ് ഈ ആയത്ത് പറഞ്ഞ ദുആ എന്ന് ഇമാം റാസി അതിന്റെ തഫ്സീറിൽ പറയുന്നു. ഇമാം റാസി ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ ആ ദുആ ഉണ്ടല്ലോ, ആ ദുആ ആരാധനയാണ് മൻസൂറെ, നമുക്ക് സംശയമല്ല. ശരി, അപ്പൊ ഈ ഒരു റാസി മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് തഫ്സീർ എഴുതിയിരിക്കുന്നതും ഇമാമായിട്ടുള്ളതും?
എന്റെ പൊന്നു ഇസ്മായിലിക്ക, എന്റെ പൊന്നു ഇസ്മായിലിക്ക, റാജി പറഞ്ഞപ്പോ റാജി മാത്രമേ ഈ റാജി എന്ന് പറഞ്ഞാല് മഹ്സൂമാണോ? പോരെ, റാജി എന്ന് പറഞ്ഞാൽ മഹ്സൂമാണോ? തെറ്റ് സംഭവിക്കാത്തവനാണോ? അല്ല അല്ല അല്ല, റാജിക്കും തെറ്റ് സംഭവിക്കും. അള്ളാന്റെ അല്ല പറയട്ടെ, അള്ളാന്റെ ഹബീബല്ലാത്ത ആരുണ്ടോ അവർക്കെല്ലാം ഒരു പക്ഷേ തെറ്റ് സംഭവിച്ചേക്കാം. ഒരു മിനിറ്റ് അന്ന് ഞാൻ ഒരു മിനിറ്റ് ചോദിച്ചിട്ട് നിങ്ങൾ പാട്ട് പാടും, നിങ്ങൾ പാട്ട് പാടും, പാട്ട് പാടും എന്നിട്ട് ഞാൻ തുടങ്ങാം. മാത്രമേ മൻസൂർ എടുക്കുള്ളൂ അതല്ലേ പറഞ്ഞു വരുന്നേ. ഇമാം റാസി അടക്കം അല്ലാത്ത അള്ള റസൂലല്ലാത്ത എല്ലാവർക്കും തെറ്റുപറ്റും, ഇമാം റാസിക്കും തെറ്റുപറ്റും. അതുകൊണ്ട് ഇമാം റാസി പറഞ്ഞത് മൻസൂർ അവിടെ എടുക്കൂല, അള്ള റസൂലും പറഞ്ഞതേ മൻസൂർ എടുക്കുള്ളൂ എന്നാണോ മൻസൂർ പറയുന്നത്? വേഗം പറയുന്ന പറഞ്ഞതിന്റെ ഇടയിൽ കലകലെന്ന് പറഞ്ഞുകൊണ്ട് കച്ചറുണ്ടാക്കരുത് കേട്ടോ. ഇമാം റാസി എന്നല്ല ഏത് പറയട്ടെ, ഇമാം റാസി എന്നല്ല ഏത് മുഫസ്സിർ പറഞ്ഞതും നമ്മൾ അംഗീകരിക്കും, പഠന വിഷയമായിട്ട് എടുക്കും. ഒരു ഇമാം റാസി പറഞ്ഞത് മാത്രം താങ്ങിക്കൊണ്ട് എടുക്കുന്ന പരിപാടി എനിക്കില്ല എന്നാ പറഞ്ഞത്. പിന്നെ ഇമാം റാസി എന്നല്ല എല്ലാം എടുക്കും. പിന്നെ ഇമാം റാസി പറഞ്ഞത് ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ ഈ ആയത്തിലൂടെ പറഞ്ഞ ആയത്തിലെ ദുആ, ആ ദുആ ആരാധനയാണ്, അതിന്റെ ശേഷം ഉണ്ട്. ആ ദുആ ആയത്തിന്റെ ബാക്കിയിൽ ആ ദുആ ആരാധന അതിന്റെ ശേഷം ഉണ്ട്. സംഭവം ശരി, ആ ദുആ ആരാധനയാണ് അള്ള പറഞ്ഞു. ആ റാസി ആ ആയത്തിന്റെ തഫ്സീർ പറയുന്നു. അവർ പറഞ്ഞ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആയിട്ട് പറഞ്ഞ ദുആ എന്താണെന്ന് ഇമാം റാസി അവിടെ പറയുന്നു. ഇസ്മായിലിക്ക, ഈ ലോകത്ത് റാസി മാത്രമുള്ളൂ തഫ്സീർ എഴുതിയിട്ട് എടുക്കും. ഇമാം റാസി അത് എഴുതിയത് തെറ്റിന്നല്ല, നിങ്ങളൊരു റാസി മാത്രം താങ്ങിയും കൊണ്ട് കിടക്കുന്നത് കണ്ടിട്ട് പറയാണ്. ഇമാം റാസി മാത്രമാണോ ലോകത്ത് തഫ്സീർ എഴുതിയിട്ടുള്ളത്? ഇമാം റാസി ആ ആയത്തിന് എഴുതിയത് വളരെ വ്യക്തമാണ്, യാതൊരു സംശയമില്ല. അല്ല, ഇമാം റാസി മാത്രമാണോ അത് എഴുതിയിട്ടുള്ളത്? നിങ്ങൾ ഈ റാസി എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അള്ളാന്റെ കലാമിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, വകാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും, ഞാൻ ഉത്തരം തരാന്ന്. ഏതെങ്കിലും മയ്യത്ത് പറയട്ടെ, നിങ്ങൾ എന്താണ് ഈ സംസാരിക്കാൻ അയക്കാത്ത മനുഷ്യ? അല്ലല്ലാത്തവരെ ഏത് മയ്യത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും? എവിടെ ആരാ പറഞ്ഞിരിക്കണേ? ഞാൻ പറയണ്ടല്ലോ, അല്ല പറഞ്ഞോ. നിങ്ങൾ ഈ പറയുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്താണെന്നറിയോ, ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ റബ്ബ് പറഞ്ഞോ, പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഉത്തരം നൽകാന്ന്. ഏത് മയ്യത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആര് ഉത്തരം നൽകുന്നേ, എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? പ്രശ്നം തീരും, ആണ് തീരുമാനം. ഇസ്മായിലിക്ക, മയ്യത്തിനെ വിളിച്ചു തേടാനല്ലേ ഇപ്പൊ നിങ്ങൾ ഈ പടാപാടൊക്കെ പെടുന്നത്? മരിച്ചു കിടക്കുന്ന മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന മയ്യത്തുകളെ വിളിച്ചു തേടാൻ വേണ്ടി ഹലോ കട്ടാക്കി പോയത് ഇതെന്ത് വർത്താനായി പറയണത്? എന്നും കട്ട് ചെയ്തിട്ട് പിന്നെ എജ്ജണ്ട് കട്ട് ചെയ്ത് പോകുക, എന്നിട്ട് കട്ട് ചെയ്തൊന്നിന് എന്റെ ഫോണിലേക്ക് വിളിച്ചാൽ വെറുപ്പിച്ചാൽ മാത്രമേ ഞാൻ കട്ട് ചെയ്യുള്ളൂ. അത് പറഞ്ഞിട്ടേ കട്ട് ചെയ്യുള്ളൂ, അല്ലാതെ ഈ ബൈക്ക് വെച്ചിട്ട് കട്ട് ചെയ്ത് ഓടുന്ന പരിപാടി എനിക്കില്ല. ഞാൻ എന്തിനാ കട്ട് ചെയ്ത് ഓടുന്നത്? ഇതിപ്പോ ഏതെങ്കിലും മൂല്യമാർക്ക് വിളിച്ചിട്ട് അങ്ങനെ പരിപാടിയില്ല. പിന്നെ മൻസൂർ കട്ടാക്കിട്ടോ എന്ന് 2 വട്ടം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്റെ റെക്കോർഡിങ് അവസാനിപ്പിച്ചത്. അങ്ങനെ ഒരു റെക്കോർഡിങ് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ മുതൽ എന്റെ അടിമയാണ്. പറയട്ടെ ഇസ്മായിലേ, ഈ സംസാരിക്കുന്നത് കഴിഞ്ഞിട്ട് എനിക്കിതിന്റെ ബാക്കിൽ എന്തും പറയാം. ഇസ്മായിലേ, എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ജി കാട്ടുന്നത്? ഒരു മനുഷ്യനെ വിളിക്കുക, എന്നിട്ട് ഇങ്ങനെ വയന്ന് പറയാ, എന്നിട്ട് പറഞ്ഞതിനും ചോദിച്ചതിനും ഒരു മറുപടി ഇല്ല. പറഞ്ഞു കേക്ക്, അന്റെ സംസാരം ഈ കട്ടിയ പറയട്ടെ ചെങ്ങായി, ഒരാളെ പരിപാടിക്ക് ഇങ്ങനെ കാട്ടുന്നത്. പറയട്ടെ ഈ സംസാരം താങ്കൾ കട്ടിയതാലും എന്ത് വേർപ്പിക്കലാണ് ഇസ്മായിലിക്ക്? എന്ത് വേർപ്പിക്കലാണ്? എന്ത് വേർപ്പിക്കലാണ് ഇസ്മായില്?
അന്നെങ്ങനെയാണോ പഠിപ്പിച്ചു വിട്ടിരുന്നത്? ഒരു കാര്യം പറയട്ടെ, എന്താ പറയും? ഈ സംസാരം താങ്കൾ കട്ട് ചെയ്താലും താങ്കൾ കട്ട് ചെയ്താലും ഞാൻ കട്ട് ചെയ്താലും ഇതിന്റെ അവസാനത്തിൽ എനിക്ക് എത്ര വേണേലും പറയാം, താങ്കൾക്ക് എത്ര വേണേലും പറയാം. ഒരു കാര്യം, എനിക്കൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഇപ്പൊ ഇത് തൊട്ട് മുമ്പേ കാണിച്ച പോലെ സംസാരിക്കാൻ അനുവദിക്കാതെയുള്ള സംസാരമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പറഞ്ഞിട്ട് മഅസ്സലാമ എന്നൊരു വാക്കുണ്ടാവും കട്ട് ചെയ്യുന്നതിന്റെ മുമ്പേ കേട്ടോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒറ്റ കാര്യം ഞാൻ പറയണ കേൾക്ക്. നമുക്ക് ഇവിടെ സുന്നിയോ മുജാഹിദോ അല്ലെങ്കിൽ രണ്ട് ആദർശോ അങ്ങനെയായിട്ടൊന്നും സംസാരിക്കേണ്ട. ഇത് ഞാൻ നല്ല സുഹൃത്തുക്കൾ ആ രീതിയിൽ നമ്മൾ എങ്ങനെയോ പരിചയമുള്ള ആൾക്കാർ എന്നുള്ള രീതിയിൽ നമുക്ക് വേഗം സംസാരിച്ച് വിഷയം തീർക്കാം, വേഗം സംസാരിച്ച് വിഷയം തീർക്കാം. അതിനാണ് ഞാൻ ചോദിക്കുന്നത്. ആ കണ്ടീഷൻ എനിക്ക് പൂർണ്ണ സമ്മതമാണോന്ന് അറിയണ്ടേ? അന്ന് പറയട്ടെ, അതിന് അനുവദിക്ക്. പിന്നെ സൗഹൃദപരമായിട്ട് സംസാരിക്കാന് ഇജിന്റെ ഇളമാന്റെ മാനൊന്നുമല്ല. ഒന്ന്, രണ്ടാളില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നന്ദികേട് അത് നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊയ്ലിയന്മാർക്ക് ആറൂതാൻ നടക്കുന്ന എന്നോട് എനിക്കൊരു സൗഹൃദമല്ല. ഇന്നിച്ച് പറഞ്ഞോ, ഏത് സൗഹൃദമല്ല, ഒരു സൗഹൃദമല്ല. പറഞ്ഞോ 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 അജാതി വർത്താനൊന്നുമില്ല, പറഞ്ഞോ. വക്കാല റബ്ബുക്കും ഉദൂനി അസ്തജിബ്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കട്ടോ, ഞാൻ പറയുന്ന ഒരു മിനിറ്റിൽ ഒന്ന് കേട്ടതിന്റെ ശേഷം എന്താക്കി എന്നിട്ട് ഈ പറയുന്നത് ഞാൻ മിണ്ടാണ്ട് നിന്ന് കേട്ടോളാം. നിങ്ങൾക്ക് റെക്കോർഡും കൂടി ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഭാഗം ക്ലിയർ ആണ്, നിങ്ങൾക്ക് റെക്കോർഡിങ്ങിൽ സ്ഥാപിക്കണം. അതിനാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ഒരു മിനിറ്റ് കേൾക്ക്, എന്നിട്ട് ഈ പറയുന്നത് ഞാൻ കേട്ട് നിൽക്കും കേട്ടോ. വക്കാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഞാൻ എന്നെ ആരാധിക്കുന്നതിനെ തൊട്ട് ഇതാക്കാന് ആയത്തിന്റെ ശേഷം ബാക്കിയുള്ള വാക്കർത്ഥം അറിയില്ല, എന്തായാലും അതിന്റെ ആശയതാണ് എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിവന് വഴിവെച്ചാനാണ് എന്നുള്ളത്. അപ്പോ അതിന് ശേഷം പിന്നെ എന്നെ ആരാധിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മനസ്സിലായി ആദ്യം പറഞ്ഞ ദുആ എന്ന് പറഞ്ഞത് ആരാധനയാണ്. ഇതിലൊന്നും ഒരു സുന്നികൾക്കും തർക്കമല്ല. അവിടെ ആ ആയത്തിനല്ല, വക്കാല റബ്ബുക്കും ഉദൂനി എന്നുള്ള ആയത്തല്ല, മറ്റുള്ള ഏത് ദുആ ആയിട്ട് വരുന്ന ഏത് ആയത്തെടുത്താലും അതിനുള്ള ദുആയൊക്കെ ആരാധനയാണ്. ആ ആരാധന മറ്റുള്ളവർക്ക് ആർക്കും ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? വക്കാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് എന്ന് പറഞ്ഞ ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആ ആയത്തിന്റെ അടിയിൽ ഇമാം ഫഖറുദ്ദീൻ റാസി പറയുന്നു. അടിമയാണെന്ന പിന്നെ വിനയത്തോടുകൂടെ ഉടമയാണെന്ന സങ്കല്പത്തിൽ ഒരാളോട് ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. ഇത് മുജാഹിദിന്റെ പുസ്തകത്തിലുണ്ട്. ഫൈസൽ മൗലവി ഒരു സ്റ്റേജിൽ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ചോദ്യകർത്താവ് ഉമർ ഉസ്താദ് എന്ന് പറഞ്ഞൊരു ചോദ്യകർത്താവ് എന്റെ സുഹൃത്താ, അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫൈസൽ മൗലവി പറഞ്ഞിട്ട് മേലെയുള്ള ആളോട് താഴെയുള്ള ആൾ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് ഫൈസൽ മൗലവി അർത്ഥം പറയുന്നുണ്ട്. അപ്പോ ഇന്റെ ഒരു സുഹൃത്ത് ചോദിക്കും, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പ്രാർത്ഥനയാവുമെന്ന് ചോദിക്കുന്ന വരെ ഒരു അവസരമുണ്ട് ഒരു മുഖാമുഖത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അടിമയായി ഉടമയാണെന്ന വിശ്വാസത്തിലുള്ള ചോദ്യത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുക. ഇത് ഞാനൊക്കെ അംഗീകാരമാണോ അല്ലേ? ഇമാം റാസി പറഞ്ഞേ. കഴിഞ്ഞോ? ഇനി വറചട്ടിയിൽ കടുക് പോലെ ആകരുത്. ഞാൻ സംസാരിക്കാൻ പോവാണ്, മുണ്ടാണ്ട് അവിടെ ഇരുന്നോളൂ. അല്ലെങ്കിൽ ഒരു മത്സരം ഉണ്ടാവും. പിന്നെ ഇജി തിരിച്ചു വിളിക്കാൻ പറ്റാത്ത ഏതോ ഒരു നെറ്റ് കോളിൽ നിന്നും വിളിച്ചിട്ട് ആളെ ആസാക്കാനുള്ള വിളിയും അതിലൊന്നും ഒരു കഥയില്ല. ഇജ് റെക്കോർഡ് ചെയ്യാണ്ടിരിക്കുക, എന്ത് വേണം ചെയ്തോ. ഇവിടെ ഇസ്മായിൽ പറഞ്ഞതിന് മറുപടി പറയട്ടെ. എന്തോ ഇലക്കമ്മല പരിപാടി ആൾക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല, എന്റെ നമ്പർക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല, ഈ നമ്പർക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല. എന്നാ നിർത്തേ. ഇതിന് മറുപടി പറയണ്ടേ? അതായത് അപ്പോ അടിമ ഉടമയോടുള്ള പ്രാർത്ഥന മാത്രമേ പ്രാർത്ഥനയാകുള്ളൂ. അങ്ങനെ ആകുമ്പോ അള്ളാഹിനോടുള്ള പ്രാർത്ഥന മാത്രമേ പ്രാർത്ഥനയാകുള്ളൂ. ബാക്കിയുള്ളവരോടുള്ള പ്രാർത്ഥന ഒന്നും അത് പ്രാർത്ഥനയല്ല, അത് ഇസ്തിഗാസയാണ്, സഹായതേട്ടമാണ്, അത് ശറഇൽ അനുവദനീയമാണ് എന്നാണ് മുസ്ലിയാക്കന്മാർ ഇവിടെ ഈ പാമര ജനതയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏത് ദൈവസങ്കല്പത്തോട് വിളിച്ചത് കൊണ്ടാണ് മക്ക മുശ്രിക്കുകളായത്? മറുപടി പറയാം. എന്നെ പോലെ വയലൊന്നുമില്ല ഇവിടെ. പറഞ്ഞോ. പറഞ്ഞുകൊണ്ടാണ് ഞാൻ എങ്ങനെ അപ്പോ ഏത് ദൈവമാണെന്ന വിശ്വാസമാണ് മക്ക മുശ്രിക്കുകൾ ഇതായത്. മൻസൂറെ ഒരു നിന്റെ വർത്താനത്തിനും ഉണ്ടത് കേട്ടോ, എന്റെ വർത്താനത്തിനും ഉണ്ടത് ഞാൻ മറുപടി പറഞ്ഞേ. മൻസൂറെ, ഇത് മുജാഹിദുകളൊക്കെ അടവാണ്.
ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ വേറെ അതിന്റെ വേറൊരു വിഷയത്തിൽ കൈക്ക് ചാടിയിട്ട് നമ്മൾ ഈ ചർച്ചാ വിഷയത്തിന് വേറെ വൈക്ക കൂടി മൻസൂറിന്റെ അടുത്തുള്ള വർത്താനം പറയാം. ഇജിപ്പോ ഇവിടെ ഒരു ആരോപണം പറഞ്ഞു പോയിട്ട് പിന്നെ അതിന് ഇസ്മായിലേ റുബൂബിയത്ത് പറയട്ടെ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിയിൽ ഞാൻ വിശദീകരിക്കാം. അന്നത്തെ പോലെ അത് മതിയോ? വിശദീകരിക്കാൻ അന്റെ അല്ലാമ്മമാര് മൊല്ലമാര് മൊയന്തുകൾ പറഞ്ഞ വിവരക്കേടുകൾ അടിസ്ഥാനമാക്കി അത് ഇവിടെ വീഡിയോ ക്ലിപ്പുകൾ സൈതിട്ടിട്ട് ഞാനത് വിശദീകരിക്കും. മര്യാദക്കും ഉണ്ടായിരുന്നോ? ഇജ്ജ് ചെയ്തിരിക്കുന്നത് വിവരക്കേടാണ്. ഏതെങ്കിലും മൊയ്ലിയന്മാരുടെ വയലും കേട്ടിട്ട് എന്റെ അടുത്ത് വർത്താനത്തിന് വരരുത്. ഇവിടെ റുബൂബിയത്ത് നിങ്ങൾ ആർക്കും വകവെച്ച് കൊടുക്കുന്നില്ല. ഇങ്ങനെ വെറുപ്പിക്കുന്നത് പറയാൻ അനുവദിക്കേ. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങനെ കളികാണുന്നത് എന്തിനാണെന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. എനിക്കിതിനെ വിനിയോഗിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഇത് ഞാൻ കട്ടിയാണ്. ആദ്യമായിട്ട് ഇനി അണക്ക് എന്നെ വിളിക്കാൻ കഴിയൂല.